വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ഒഴുകി വരുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിനകത്ത് ഓർഗാനിക് പാർട്ടിക്കിൾസ്, അതുപോലെ ഇനോർഗാനിക് പാർട്ടിക്കിൾസ്, അതുപോലെ ഡീക്കേയിങ് മെറ്റീരിയൽസ്, പലതരത്തിലുള്ള ചീഞ്ഞൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആ ഒരു ജലത്തിനകത്തേക്ക് കടന്നുകൂടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ, കളറുകൾ ഫോം ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ഫോം ചെയ്യുന്ന കളറിനെ നമ്മൾ പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ, പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നമ്പറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് എടുക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് വാല്യൂസ് എടുക്കുന്നത് ഈ പ്ലാറ്റിനം കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റീരിയലിനെ നമ്മൾ പ്രത്യേകമായിട്ട് 1 മില്ലിഗ്രാം, 2 മില്ലിഗ്രാം, 3 മില്ലിഗ്രാം ക്വാണ്ടിറ്റീസ് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്യാറുണ്ട്. 1 മില്ലിഗ്രാം, 2 മില്ലിഗ്രാം, 3 മില്ലിഗ്രാം എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് എടുത്തതിന് ശേഷം അത് 1 ലിറ്റർ വാട്ടറുമായിട്ട്, ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആൾറെഡി പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ ഏതാണോ ആ സാമ്പിളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതൊരു പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ ഒരു നമ്പറിലാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ റീഡിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ആ വാല്യൂസ് നമ്മൾ കളർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടിൻറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടിൻറ്റോമീറ്റർ. ഓക്കെ, അപ്പോൾ വാട്ടറിനകത്ത് ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കളറിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ടിൻറ്റോമീറ്റർ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാം കളർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ടിൻറ്റോമീറ്റർ ആണ്. അതുപോലെ നേരെ തിരിച്ചും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ടിൻറ്റോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഏത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, വാട്ടറിലെ ഏത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാം. കളർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഈ കളറിനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20 ആണ്. ഈ പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ അനുസരിച്ചിട്ടാണ് ആ വാല്യൂ, ആ ഒരു നമ്പർ തന്നിരിക്കുന്നത്. ലെസ് ദാൻ 20 ആണ് പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ അനുസരിച്ചിട്ടുള്ള നമ്പർ. അപ്പോൾ ഈ വാല്യൂ ലെസ് ദാൻ 20 എന്ന് പറയുന്ന വാല്യൂയും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടറിന് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. For public supplies, the color number on cobalt scale should be. Okay, for public supplies, the color number on cobalt scale should be. Options 5 to 10, 10 to 20, 20 to 30, 30 to 40. Okay, ആ ഓപ്ഷൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് കേൾക്കുക. 5 to 10, 10 to 20, 20 to 30, 30 to 40. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ ഒരു റേഞ്ച് ആണ് തന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ പഠിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20 എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ആ റേഞ്ച്, ആ ഒരു വാല്യൂവിനകത്ത് ഏതാണ് വരുന്നതെന്ന് നോക്കുക. 10 to 20 എന്നുള്ളൊരു വാല്യൂ ആണ് അല്ലെ. 10 to 20 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് അവിടെ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ സ്റ്റാൻഡേർഡ് വാല്യൂ, ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്ക് കളറിന്റെ വാല്യൂ തന്നിരിക്കുന്നത് ലെസ് ദാൻ